നമസ്കാരം. ഓണം വരുന്നത് കൊണ്ട് തന്നെ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് ബോണസ് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ധനമന്ത്രി പറയുമ്പോഴും ഓരോ മാസവും ശമ്പളം കൊടുക്കാൻ കടമെടുക്കണം. 16 വർഷം കാലയളവിൽ 1000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഇതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇ കുബേർ വഴി ഓഗസ്റ്റ് 5-ന് നടക്കും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കടമെടുപ്പ് എന്നാണ് വിശദീകരണം. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കടം 18,000 കോടി രൂപയായി വർദ്ധിക്കും. ജൂലൈ 29-ന് 2,000 കോടി രൂപ സംസ്ഥാനം കടമെടുത്തിരുന്നു. ഇക്കൊല്ലം ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതിൽ 18,000 കോടി രൂപ എടുത്തതോടെ ഇനി ബാക്കി 11,529 കോടി രൂപ മാത്രമാണ്. ഡിസംബറിലേക്ക് ഇനിയും 4 മാസം ബാക്കിയുണ്ട്. അതായത് ഓരോ മാസവും ബാക്കി വരുന്നത് 2,800 കോടി രൂപ. ഓരോ മാസവും സംസ്ഥാന സർക്കാരിന് 3,000 രൂപയെങ്കിലും അധികമായി വേണ്ടി വരുമെന്നാണ് കണക്ക്. ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവിധ ഫ്ലോട്ടുകൾ കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകും. കൂടാതെ നഗരം ഒരു ദീപാലങ്കാരമാക്കേണ്ടതുമുണ്ട്. അപ്പോൾ അതിൽ തന്നെ വലിയൊരു തുക വേണ്ടിവരും. അതിനെല്ലാം കൂടെ ഇത്രയും കോടി തികയുമോ എന്നാണ് സർക്കാരിന് തന്നെ ഒരു സംശയം. അടുത്ത മാസമാണ് ഓണം. കൂടാതെ കേരളത്തിന്റെ ദേശീയ ഉത്സവം കൂടിയാണ്. അപ്പോഴേക്കും കേരള ഖജനാവിൽ 1 രൂപ പോലും എടുക്കാനില്ല എന്നത് നാണക്കേട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഓണം വരുമ്പോൾ തന്നെ പച്ചക്കറികളും മറ്റു വസ്തുക്കളുമെല്ലാം നമ്മൾ അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇക്കൊല്ലവും അതിലൊരു മാറ്റമില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഈ ഓണത്തിനും അതിർത്തി കടന്നു വരുന്ന പച്ചക്കറികൾ നമ്മൾ കഴിക്കേണ്ടി വരും. കീടനാശിനികൾ നിറഞ്ഞ സദ്യ നമ്മൾ കഴിക്കേണ്ടി വരും. കേരളത്തിൽ എത്രയോ നെൽപ്പാടങ്ങൾ ഉണ്ട്. എന്നാൽ ഓരോ സർക്കാരും മാറി മാറി കേരളത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഒരു ഓണത്തിനും ജൈവ പച്ചക്കറികൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കൃഷി എന്ന രീതിയിൽ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.